ശ്രീ ബി എൻ ഹസ്കർ, ഇത് പുറമേക്ക് മാത്രം കാണിക്കുന്ന ഒന്നാണോ? പുറമേക്ക് തന്നെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം MR അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തിയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കണ്ടാലെന്താ എന്നാണ് പാർട്ടി സെക്രട്ടറി ആദ്യം പ്രതികരിച്ചത്. പിന്നീട് അദ്ദേഹം അത് മാറ്റിയെങ്കിലും കണ്ടെങ്കിൽ അതും അന്വേഷിക്കണമേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഈ കണ്ടാൽ എന്താ എന്ന ചോദ്യം, അല്ലെങ്കിൽ കണ്ടെങ്കിൽ എന്തിനാണ് എന്ന ചോദ്യം കുറച്ച് പുതുതലമുറ മാധ്യമ പ്രവർത്തകരുടേത് മാത്രമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യവും ഇല്ലാത്ത, ഏതു സമയത്തും ഒന്നിച്ചു ചേർന്ന് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ആശയ ഐക്യമുള്ള, ചരിത്രം അതിനെ സാധൂകരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ? മാധു, ഇതിൽ ഒന്നാമതായി കാണേണ്ടത് RSSന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാരയാണ്. ആ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളായി RSSന്റെ സ്ഥാപകനും RSSന്റെ ആത്മീയ നേതാവുമായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കർ എഴുതി വച്ചിരിക്കുന്നത് 3 പേരെയാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങളിൽ പോലും വിഭിന്നമായ നിലപാടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുകൂടിയും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ഏതു തരത്തിലാണ് താദാത്മ്യം പ്രാപിക്കാൻ RSSന് കഴിയുക? നേരത്തെ രാജാ ഹരിസിംഗിൻ്റെ കാര്യം പറഞ്ഞു. കാശ്മീർ കാലത്ത് രാജാ ഹരിസിംഗിനെ അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതെങ്കിൽ അതേ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ നിരോധിക്കുന്നത്. അതും ചരിത്രത്തിലെ മറ്റൊരു വിരോധാഭാസമായി നമ്മുടെ മുന്നിലുണ്ട്. RSS നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വീക്ഷണകോണുകളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോൾ സ്വാഭാവികമായി CPM-ന് ഒരു തരത്തിലും താദാത്മ്യം പ്രാപിക്കാൻ RSS-ഉമായി കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. RSS നാട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ അംബർല ഓർഗനൈസേഷൻ എന്ന നിലയിൽ RSS ഇവിടെ സാമൂഹ്യ സേവനത്തിൻ്റെ മഹത്തായ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബാക്കി മുഴുവൻ സമുദായങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കുക, കൊന്നും കുഴിച്ചു മൂടുക എന്ന സമീപനമാണ് RSS എല്ലാ കാലത്തും അവന്റെ അടിസ്ഥാന പ്രമാണമായി കാത്തുസൂക്ഷിച്ചിടത്തോളം കാലം എന്ന നിലയിലോ 77-ലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSS നിരോധനം പിൻവലിക്കണമെന്ന് ഐക്യമനോഭാവത്തോടെ ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിരയിൽ നിന്നുകൊണ്ട് ഒരു പൊതുസമ്മർദ്ദം ഉയർന്നതിന്റെ പേരിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജിവെച്ചൊഴിയുന്നതിന് മുൻപ് ഇന്ദിരാഗാന്ധി RSSന്റെ നിരോധനം നീക്കിയത് എന്ന് ഇന്ന് PS ശ്രീധരൻപിള്ള വേദിയിൽ പറഞ്ഞിട്ട് പോകുന്നു. KG മാരാരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുഴുവൻ ചുമതലയും നിർവഹിച്ചത് ആരാണ് എന്ന് ഇന്ന് വീണ്ടും ചോദിക്കുന്നു. ബീഹാറിലെ അത് എനിക്ക് തോന്നുന്നു വളരെ രൂക്ഷമായ വാക്പോര് CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികൾ തമ്മിൽ സൂപ്പർ പ്രൈം ടൈമിൽ തന്നെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടില്ല എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ നിഷേധിക്കുന്ന ഒന്ന് ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ വിചാരധാരയെക്കുറിച്ച് 2024-ൽ ഒരു ഉൾവിളി തോന്നിയതല്ലോ. വിചാരധാര വന്നതിന് ശേഷവും ഇത്തരം ഐക്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറഞ്ഞ് സ്വാധൂകരിക്കുന്നു PS ശ്രീധരൻപിള്ള. അതിനെ എങ്ങനെ ചെറുക്കും? മധു, ഒരു സംഘടനയെ നിരോധിക്കരുത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. ജനാധിപത്യ ലോകത്ത് അങ്ങനെ ഒരു സംഘടനയെ നിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ കൂട്ടത്തിൽ RSS-ഉം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും RSS-ൻ്റേത് അടക്കമുള്ള മുഴുവൻ സംഘടനകളുടെയും നിരോധനം മാറ്റുന്നതിന് വേണ്ടി ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുള്ളത് ചരിത്രപരമായ വസ്തുത തന്നെയാണ്. അത് ഒരു പൊതു മിനിമം പരിപാടിയുടെ പേരിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നെടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല ശ്രീ KG മാരാറിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ഒരു അടവ് നയമായി ആ കാലഘട്ടത്തിൽ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം വിമർശിക്കുന്നത് ഏത് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കാം? അതൊരു അടവ് നയമായി കാണാൻ CPM-ന് കഴിയില്ല. ആ കാലഘട്ടത്തെ കൂടി ഒന്ന് ഓർക്കണം. തലശ്ശേരിയുടെ കലാപനാളുകളിൽ തലശ്ശേരിയിലെ കലാപനാളുകളിലാണ് നിശ്ചയമായും RSS ശാഖകൾക്ക് കാവൽ നിൽക്കുന്നതിന് വേണ്ടി KPCC-യുടെ പ്രസിഡന്റ് ആളെ വിട്ടിട്ടുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്നതല്ലോ. അദ്ദേഹം തന്നെ അവകാശപ്പെട്ടതാണ്. അദ്ദേഹം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിന് വിമർശന വിധേയമാക്കപ്പെടുന്നത്. മറിച്ച് അന്ന് തലശ്ശേരി കലാപത്തിൻ്റെ നാളുകളിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടുകളും സ്വത്തുക്കളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കാവൽ നിന്നതാണ് അന്നത്തെ CPM പ്രവർത്തകർ.
അതും ചരിത്രത്തിൽ വസ്തുതകളായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞതായതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ളതാണ്. കെ ജിമാരുടെ സംഘടനാകാര്യ ചുമതല ഈ പറയുന്ന ആളുകൾ ഏറ്റു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ഒരു അടവ് നയമെന്ന രീതിക്ക് എടുക്കുകയും വേണം അല്ലേ? അല്ല മാധു, ഇതിൽ പലപ്പോഴും RSS നേതാക്കന്മാർ നമുക്ക് മറ്റൊരു സംഭവം കൂടി ഓർക്കാം. സോ EK നയനാർ ഈ ശ്രീ P പരമേശ്വരനെ കാണുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അന്ന് RSSും CPM തമ്മിൽ വളരെ സംഘർഷഭരിതമായ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EK നയനാർ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയതായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അന്നത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും കണ്ണൂരിൽ കലാപം പുകഞ്ഞതിൻ്റെ പേരിൽ കാണാൻ കഴിഞ്ഞില്ല, കാണണ്ട എന്ന് തീരുമാനിക്കുകയും തിരികെ വരികയും ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇത്തരം ചരിത്ര സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. RSS നേതാക്കന്മാരെ കാണുന്നു, അതുകൊണ്ടാണ് കണ്ടാലെന്താ എന്ന് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെ തെറ്റായി പറയേണ്ടതില്ല. പക്ഷേ ഈ പറയുന്നത് ഒരു പൊതിഞ്ഞുവെക്കലുണ്ടല്ലോ, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവങ്ങളില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീധരൻപിള്ള തന്നെ പറയുന്നുണ്ട്, ശിവഗിരിയിൽ നരേന്ദ്രമോദി എത്തിയ സമയത്ത് ആ മീറ്റിംഗ് ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെ പോയി കാത്തിരുന്ന് കണ്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അവിടെ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ RSSന്റെ നിരോധനം അത് തെറ്റായിരുന്നു എന്നൊരു വായിക്കൽ അങ്ങേക്കുണ്ട് അല്ലേ? RSSന്റെ നിരോധനം ഒരു സംഘടനയും നിരോധിക്കപ്പെടേണ്ടതല്ല എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഷ്ട്രീയമായി നിരോധിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. RSSനെ മാത്രമല്ല, ഇപ്പോൾ ഒരു സംഘടനയും ഇപ്പോൾ PFI നിരോധിച്ചിട്ടുണ്ടല്ലോ. PFI പോലും നിരോധിക്കാൻ പാടില്ല. രാഷ്ട്രീയമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് ഏതു വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഒരാളെ പോലും അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ആർക്കും സ്വീകരിക്കാനാവുക. അല്ല മാധു, PFI നിരോധിക്കാൻ പാടില്ല നിലപാടുണ്ടോ? അത് അസ്കറിന്റെ നിലപാടാണോ നിലപാടാണോ ഇപ്പൊ പറയണം? ഇടതുപക്ഷത്തെ നിലപാടുണ്ടോ? PFI നിരോധിക്കാൻ പാടില്ല നിലപാടുണ്ടോ? ഒരു സംഘടനയും നിരോധിക്കാൻ പാടില്ല. ഇതാണ് ഒളിപ്പിച്ചു വെച്ച ആളുകൾ. RSSന് PFI നിരോധിക്കരുതെന്ന് CPMന്റെ നിലപാടുണ്ടോ? ഇടതുപക്ഷം തുറന്നു പറയണം, തുറന്നു പറഞ്ഞാൽ മതി, സമ്മതിച്ചാൽ മതി. പോപ്പുലർ ഫണ്ട് നിരോധിച്ച് നിങ്ങൾക്ക് അരിയും മലരും വാങ്ങി കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞ പോപ്പുലർ ഫണ്ട് നിരോധിച്ച അസ്കറിന്റെ എത്ര വിഷമം. അപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് വന്നിരുന്ന പോപ്പുലർ ഫണ്ടിനെ അങ്ങ് ന്യായീകരിച്ച് കളയല്ലേ? ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് പോപ്പുലർ ഫണ്ടിനെ അങ്ങോട്ട് ന്യായീകരിച്ച് കളയല്ലേ? ഫണ്ട് നിരോധനം തെറ്റാന്ന് ഏത് ഇടതുപക്ഷക്കാരാണ് പറഞ്ഞത്? RSSനെ നിരോധിക്കാമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? RSSനെ നിരോധിച്ചത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? തെറ്റായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട്. അല്ല, 3 തവണ നിങ്ങൾ നിരോധിച്ചത്, 3-ാം തവണ തോട്ടിൽ കളഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. ആദ്യം 2 തവണത്തെ നിരോധനം, ഒന്ന് ഗാന്ധിവധത്തെ തുടർന്നാണ് നിരോധനം, അത് ശരിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തവണ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ ഫണ്ടിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. പോപ്പുലർ ഫണ്ടിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അധ്യാപകന്റെ കൈപറ്റിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ ഹിന്ദു യുവാക്കളെ കൊല ചെയ്തിട്ടുള്ള സംഘടനയെ ന്യായീകരിക്കാൻ വരരുത്. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ന്യായീകരിക്കാൻ വരരുത്. മനസ്സിലായില്ലേ? അതിനെ നിരോധിച്ചു മുഖം മൂടി അണിഞ്ഞ് ന്യായീകരിക്കാൻ വരരുത് അസ്കറെ. അങ്ങനെയല്ല, നിരോധിക്കാൻ പാടില്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം. അല്ല, നിങ്ങളുടെ നിലപാട് ചോദിക്കുന്നത് മൂടിയില്ലെന്ന കാര്യത്തിൽ നിരോധിക്കാൻ പാടില്ല അഭിപ്രായമാണോ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഇത് നിരോധിക്കാൻ പാടില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കണം, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. മാധു, ജനാധിപത്യ രീതിയിൽ പോപ്പുലർ ഫണ്ട് പോലെ ഒരു ഭീകര സംഘടനയെ, രാജ്യത്ത് കലാപം ഉണ്ടാക്കി വിട്ട, രാജ്യത്ത് ഒട്ടേറെ കലാപങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ള ഒരു സംഘടനയെ രാജ്യം നിരോധിച്ചപ്പോ ആ രാജ്യത്തിന്റെ നിരോധനത്തിനെതിരായിട്ടുള്ള നിലപാട് അസ്കർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ലേബലിൽ ന്യായീകരിക്കുകയാണോ? പോപ്പുലർ ഫണ്ട് ന്യായീകരിക്കുകയാണോ? ശരി. അല്ല, നിരന്തരം തർക്കിച്ചുകൊണ്ടിരുന്ന കാര്യമല്ലോ. ശ്രീ BN ഹസ്കർ ഇപ്പോ RSS നിരോധനത്തെ പറ്റി അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു ഒരു സംഘടനയും നിരോധിക്കരുത്, അതിപ്പോൾ PFI ആണെങ്കിലും നിരോധിക്കരുത് എന്ന്. അങ്ങ് തന്നെ എന്നിട്ട് രണ്ടാമത്തെ തവണ പറഞ്ഞു ഗാന്ധിവധത്തിന് പിന്നാലെയാണ് RSS നിരോധിക്കപ്പെട്ടത് എന്ന്. ആദ്യം ഗാന്ധിവധത്തിന് പിന്നാലെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന നിരോധിക്കപ്പെടേണ്ടതല്ലായിരുന്നു എന്നുള്ളത് അങ്ങയുടെ അഭിപ്രായമാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, PFIയെ നിയമപരമായി രാജ്യം വിലക്കിയ ഒരു സംഘടനയാണ്. അവരുടെ നിയമപരമല്ലാത്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് PFIയെ നിരോധിക്കരുത് എന്ന് പറയുന്ന നിലപാട് അങ്ങ് തിരുത്താൻ തയ്യാറാണോ?
മാധു, ഇതിൽ എൻ്റെ സുവ്യക്തമായ നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ജനാധിപത്യ മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്ന് പറയുന്നത്. ആ പവിത്രതയിൽ പ്രവർത്തിക്കാൻ സംഘടനാപരമായി അവർ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ PFI നിരോധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. PFI നിരോധിച്ചത് ശരിയായിരുന്നില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. PFI നിരോധിക്കുന്നത് RSSനെ നിരോധിക്കുന്നതിന് തുല്യം തന്നെയാണ്. RSS രാജ്യത്ത് രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണോ? ഗാന്ധിവധം എന്തായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലുന്നതിന് സഹായം ചെയ്ത ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ചരിത്ര വസ്തുതകളുള്ള അതുകൊണ്ട് തുറന്നാണല്ലോ RSSനെ അടക്കം നിരോധിക്കുന്നത്. അപ്പോൾ അത് അടക്കം അന്ന് RSSനെ നിരോധിച്ചത് ശരിയായിരുന്നോ എന്ന് ഇപ്പോൾ RSSനും BJPക്ക് നിലപാടെടുക്കാൻ കഴിയുമോ? ഇപ്പോഴും അവർ പറയാൻ പോകുന്നത് അന്ന് എടുത്തിട്ടുള്ള നിലപാട് ശരിയായിരുന്നില്ല, അന്ന് നിരോധിച്ചത് ശരിയായിരുന്നില്ലെന്നേ പറയാൻ കഴിയുള്ളൂ. 3 തവണ RSSനെ ഇന്ത്യയിൽ അങ്ങയുടെ അഭിപ്രായം തർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു.